നമുക്ക് എന്താണ് മോട്ടിവേഷൻ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇന്ന് പഠിക്കാൻ പോകുന്നത് VHSCയിലെ സെക്കൻഡ് ചാപ്റ്റർ, അതായത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പറിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുവാ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര്? കോമ്പിറ്റൻസീസ് ഓഫ് എൻ ഓൺട്രപ്രണർ, അല്ലെങ്കിൽ ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസി എന്നൊരു ചാപ്റ്ററാണ്. അതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് മോട്ടിവേഷൻ എന്ന് നോക്കാം. മോട്ടിവേഷൻ എന്താണ്? സോ ഇതിൽ പറയുകയാണ്, മോട്ടിവേഷൻ ഈസ് എയിംഡ് അറ്റ് ഇൻഡ്യൂസിങ് ദ ബിഹേവിയർ ഓഫ് സബോർഡിനേറ്റ്സ് ഫോർ ബെറ്റർ പെർഫോമൻസ് ആൻഡ് അക്കംപ്ലിഷ് ദ ഡിസയർഡ് റിസൾട്ട്സ്. ഇറ്റ് ഡീൽസ് വിത്ത് accentuating people to work and it means a process of stimulating people to action. അതായത് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ആ കമ്പനിയിലെ എംപ്ലോയർ അല്ലെങ്കിൽ നമുക്ക് ആരെന്ന് പറയാം, ആ കമ്പനിയിലെ മുതലാളി എപ്പോഴും കമ്പനിയിലെ എംപ്ലോയിനെ എന്ത് ചെയ്യും എന്ന് പറയാം, നമുക്ക് എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്യും. എംപ്ലോയിനെ എന്ത് ചെയ്യാം? മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കമ്പനിയിലെ എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പനിയിൽ എന്തോ കൂടുന്നു നമുക്ക് പറയാം, പെർഫോമൻസ് കൂടും. കമ്പനിയുടെ പെർഫോമൻസ് കൂടും. പെർഫോമൻസ് കൂടിയ ആ കമ്പനി എന്തോ ലാഭത്തിലാവും, അല്ലേ? കമ്പനിയുടെ ലാഭത്തിലാവും, അല്ലെങ്കിൽ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പനിയുടെ എന്തോന്ന് നമുക്ക് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാം എന്ന് പറയാം. അതായത് മോട്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലെ മുതലാളി ആ കമ്പനിയിലെ തൊഴിലാളിയെ പ്രചോദിപ്പിക്കും, എന്ന് കൂടുതൽ പെർഫോമൻസ് പുറത്തെടുക്കാൻ വേണ്ടി പ്രചോദിപ്പിക്കും. ഇവർക്ക് ഒരു ചെറിയ ടാസ്ക് കൊടുക്കും. ആ ടാസ്ക് നല്ലോണം ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആ ഒരു അപ്രീസിയേഷൻ കൊടുക്കും, അല്ലെങ്കിൽ പ്രചോദിപ്പിക്കും. ആ പ്രചോദനം വഴി ആ എംപ്ലോയിക്ക് എന്ത് ചെയ്യും? വീണ്ടും ബെറ്റർ പെർഫോമൻസ് നേടുക, ബെറ്റർ റിസൾട്ട്സ് കമ്പനിക്ക് വേണ്ടി നേടാനായിട്ട് കഠിനാധ്വാനം ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മളെന്താ പറയുക, മോട്ടിവേഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഈ പ്രോസസ്സ് വഴി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആളുകളെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ. അതായത് മോട്ടിവേഷൻ വഴി ആളുകളെ നമുക്ക് ആക്ഷനിലോട്ട് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് പറയുന്നത്, സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ. അപ്പോൾ നമുക്ക് മോട്ടിവേഷൻ എന്തോ സിമ്പിളായിട്ട് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പ്രചോദനം എന്നാണ് പറയുക. നമ്മളൊരു ഓൺട്രപ്രണർഷിപ്പിൽ നമ്മളൊരു എംപ്ലോയിനെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കുക. മോട്ടിവേഷൻ വഴി ആ എംപ്ലോയി എപ്പോഴും ആ എംപ്ലോയിയുടെ റിസൾട്ട് അല്ലെങ്കിൽ ആ എംപ്ലോയിയുടെ ടാസ്ക് അച്ചീവ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കും. ആ ടാസ്ക് അച്ചീവ് ചെയ്യുന്ന വഴി ആ കമ്പനിക്ക് എന്തോ പറ്റും? പെർഫോമൻസ് കൂടും. ആ കമ്പനിയുടെ പെർഫോമൻസ് കൂടുന്നത് വഴി ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ കമ്പനിക്ക് വേണ്ട ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മോട്ടിവേഷൻ എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തത് പ്രോസസ് ഓഫ് മോട്ടിവേഷൻ. ഇത് ഉറപ്പായിട്ട് ഈ ഡയഗ്രാം എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയഗ്രാം നിങ്ങൾ എപ്പോഴും പഠിക്കുക. അപ്പോൾ ഈ ഡയഗ്രാം നമുക്ക് എങ്ങനെ പഠിക്കാം? നമ്മൾ എന്തൊരാവശ്യം വേണോ നമുക്ക് എടുക്കാം. ഇപ്പോൾ നാളെ പരീക്ഷയാണ്, നമുക്ക് നാളെ ഒരു പരീക്ഷയാണെന്ന് വെച്ചോ, എക്സാമാണ്, നാളെ എക്സാമാണ്. അപ്പോൾ നമുക്കൊരു അൺസാറ്റിസ്ഫൈഡുള്ള നീഡുണ്ട്, എക്സാമിന് പഠിക്കുക. നമ്മൾ എക്സാമിന് സ്റ്റഡി ഫോർ എക്സാം. ഇത് നമുക്കൊരു അൺസാറ്റിസ്ഫൈഡ് നീഡാണ്, അതായത് നമ്മൾ ഇതുവരെ നേടാത്തൊരു നീഡാണ്. അപ്പോൾ നമ്മൾ നാളെ പരീക്ഷയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് പഠിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ആദ്യം വരും, ഞാൻ ഇന്ന് വരെ ഒന്നും പഠിച്ചില്ല, നാളെ മറ്റന്നാൾ പരീക്ഷയാണ്, ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചില്ല. നമ്മുടെ മനസ്സിൽ എന്തോ വരും? ടെൻഷൻ വരും, അല്ലേ? അപ്പോൾ ഈ എക്സാമിന് നമ്മളൊന്നും പഠിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ടെൻഷൻ വരും. അപ്പോൾ നമ്മൾ ടെൻഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ടെൻഷൻ വരുമ്പോൾ നമുക്ക് എനിക്കിനി പഠിക്കണം എന്നൊരു ഡ്രൈവ് വരും, അല്ലെങ്കിൽ ഒരു ത്വര വരും, പഠിക്കാനുള്ളൊരു ഡ്രൈവ് വരും. അപ്പം നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് തുടങ്ങും. പിന്നെ സെർച്ച് ബിഹേവിയർ. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യും. അതിനാണ് സെർച്ച് ബിഹേവിയർ എന്ന് പറയും. അതുവഴി നമ്മൾ അവസാനം സെർച്ച് ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമിനുള്ള മെറ്റീരിയൽസ്, എന്തൊക്കെ ടോപ്പിക്കുകളുണ്ട്, അതെല്ലാം കണ്ടുപിടിച്ച് പിന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങും. പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നാളെ എക്സാമാണ്, നമ്മൾ എക്സാമിന് വേണ്ടി പഠിച്ച് തീർന്നു. അപ്പോൾ എന്ത് ചെയ്യും? സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്. അതായത് നമ്മൾ പഠിച്ച് തീർന്നു, നമ്മുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് ഉള്ള ലക്ഷ്യം നമ്മൾ നിറവേറ്റി കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ. എക്സാമിന് വേണ്ടി പഠിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. സമാധാനം കിട്ടുമ്പോൾ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്. പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നാളെ എക്സാമിന് പോകുമ്പോൾ എന്തോ നമ്മുടെ ടെൻഷൻ അത്രയും പോകും. നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഈ ടെൻഷൻ എന്തായി
ഇപ്പോൾ പിന്നെ ആ ടെൻഷൻ പോയി. അപ്പോൾ ഇതൊരു സൈക്കിളാണ്. ഇതിനെയാണ് നമ്മൾ പ്രോസസ്സ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പ്രോസസ്സ് ഓഫ് മോട്ടിവേഷൻ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കൊരു അൺസാറ്റിസ്ഫൈഡ് ഒരു നീഡുണ്ട്. അതായത് നമ്മൾ നിറവേറ്റാത്ത ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യം നിറവേറ്റുന്നവരെ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ആ ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ടെൻഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് ബേബി സ്റ്റെപ്സ് എടുക്കും. എങ്ങനെയെങ്കിലും ഈ ഒരു നമ്മുടെ ടെൻഷൻ കുറയ്ക്കാനും നമ്മുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യാനും നമ്മൾ ആദ്യം നമുക്ക് മനസ്സിൽ കുറച്ച് ഡ്രൈവ്, അതായത് ഒരു കാര്യം എങ്ങനെയെങ്കിലും നിറവേറ്റണം എന്നുള്ളൊരു ത്വര നമ്മുടെ മനസ്സിൽ വരും. അതുവഴി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമ്മളെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം നിറവേറ്റാൻ നമ്മൾ സെർച്ച് ചെയ്യും. അതുവഴി നമ്മുടെ ലക്ഷ്യം നമ്മൾ നിറവേറ്റും. അതാണ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ് എന്ന് പറയുന്നത്. നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ് വഴി നമ്മളെ ലക്ഷ്യം നമ്മൾ നിറവേറ്റുമ്പോൾ നമുക്ക് എന്ത് കുറയും പറയാം? ടെൻഷൻ കുറയും എന്ന് പറയാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രോസസ്സ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. അപ്പോൾ നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, നമുക്ക് കുറേ ആവശ്യങ്ങളുള്ള ഒരു നമ്മളൊരു ജീവിയാണല്ലേ. നമുക്ക് എപ്പോഴും നീഡുണ്ട്. നമുക്ക് ഉള്ള ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് നീഡ്സാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നീഡ് എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ നീഡ്സാണ്. രണ്ടാമത്തെ നീഡ്സ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി നീഡ്സാണ്. മൂന്നാമത്തെ നീഡ്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ബിലോങ്ങിങ് ആണ്. നാലാമത്തെ നീഡ്സ് എന്ന് പറഞ്ഞാൽ എസ്റ്റീം നീഡ്സാണ്. അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സാണ്. അപ്പോൾ നമ്മൾ ഈ പടം എക്സാമിന് ഉറപ്പായിട്ട് പഠിച്ചിട്ടേ വരാവുള്ളൂ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ നീഡ്സ് ഫിസിയോളജിക്കൽ നീഡ്സ്. ആദ്യത്തെ നീഡ്സ് എന്താണ്? ഫിസിയോളജിക്കൽ നീഡ്സ്. These needs are the lowest level and most basic needs of a human being. These includes the need for food, air, water, clothes and shelter. നമ്മൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ബേസിക് നീഡ്സ്, നമ്മുടെ പ്രാഥമികമായുള്ള ആവശ്യങ്ങളാണ് നമ്മൾ ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ബേസിക് നീഡ്സ് എന്നൊക്കെ പറയും. അതായത് നമുക്ക് എപ്പോഴും എന്തുവേണം? നമ്മുടെ ജീവൻ നിലനിർത്താൻ നമുക്ക് കുറച്ച് ആഹാരം വേണം, ഭക്ഷണം വേണം. ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം മാത്രമല്ല, നമുക്ക് ജീവൻ നിലനിർത്താനുള്ള വായു വേണം, പിന്നെ വെള്ളം വേണം, പിന്നെ നമുക്ക് ധരിക്കാനുള്ള വസ്ത്രം വേണം, പിന്നെ നമുക്കൊരു ഷെൽട്ടർ അല്ലെങ്കിൽ ഒരു കൂര വേണം, നമുക്ക് താമസിക്കാനൊരു വീട് വേണം. ഇതൊക്കെ മനുഷ്യൻ്റെ എന്തുവാ? ബേസിക് നീഡ്സ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഒരു പ്രാഥമിക ആവശ്യങ്ങളാണ്. ബേസിക് നീഡ്സിനെയാണ് നമ്മൾ എന്തുവാ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് പറഞ്ഞാൽ ഫുഡ്, എയർ, വാട്ടർ, ക്ലോത്ത് ആൻഡ് ഷെൽട്ടർ. അപ്പോൾ നമുക്ക് ഭയങ്കര ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് നീഡ്സിനെയാണ് നമ്മൾ ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൺട്രപ്രണർ ആസ് എ ഹ്യൂമൻ ബീങ് ഹാസ് ടു മീറ്റ് ഹിസ് ഫിസിയോളജിക്കൽ നീഡ് ഫോർ സർവൈവൽ. അപ്പോൾ നമ്മൾ മനുഷ്യനാണ്. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ട് ഒരു മനുഷ്യനാണ്. പിന്നെ എന്തോ നമ്മളൊരു ഓൺട്രപ്രണർ ആവുക, നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ നേടിയാലും നമുക്ക് ആദ്യം നമ്മുടെ പ്രാഥമികമായിട്ട് കാര്യങ്ങൾ നേടണം. പ്രാഥമികമായിട്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ നീഡ്സ് ഫോർ സർവൈവൽ. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യേണ്ട നീഡാണ് ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി അനുസരിച്ച് ഫിസിയോളജിക്കൽ നീഡാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആദ്യത്തെ നീഡ് എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ നീഡാണ്. ഇതിനു മുമ്പ് ഈ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ മാസ്ലോസ് നീഡ് ഹൈറാർക്കി എന്ന് പറഞ്ഞ തിയറി കൊണ്ടുവന്നത് എബ്രഹാം മാസ്ലോ ആണ്. ആരാണ് കൊണ്ടുവന്നത്? എബ്രഹാം മാസ്ലോ ആണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി കൊണ്ടുവന്നത്. അദ്ദേഹം കൊണ്ടുവന്ന വർഷം ഏതെന്ന് പറഞ്ഞാൽ അദ്ദേഹം 1943 തിയറി ഇതൊന്നും എക്സാമിന് നമ്മൾ പഠിക്കണ്ട, എന്നാലും നമ്മൾ മനസ്സിലാക്കുക. തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്തു. ഹ്യൂമൻ മോട്ടിവേഷൻ എന്നൊരു പേപ്പർ പ്രസൻറ്റ് ചെയ്തു. ആ പേപ്പറിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഈ തിയറി ഓഫ് നീഡ് ഹൈറാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ തിയറി കൊണ്ടുവന്നത് ആരാണെന്ന് ഞാൻ പറഞ്ഞു, എബ്രഹാം മാസ്ലോ ആണ്. എബ്രഹാം മാസ്ലോ ആണ് നീഡ് ഹൈറാർക്കി തിയറി കൊണ്ടുവന്നത്. ഇദ്ദേഹം 1943 അദ്ദേഹം ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്തു. ആ പേപ്പറിൻ്റെ പേരാണ് തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ. ഈ പേപ്പറിലാണ് അദ്ദേഹം തിയറി ഓഫ് നീഡ് ഹൈറാർക്കി എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദ്യം മനുഷ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നീഡ് എന്ന് പറഞ്ഞാൽ ബേസിക് നീഡ്സ് ആണല്ലേ.
അല്ലെങ്കിൽ പ്രാഥമിക ആവശ്യമാണ്. എന്താണ് നമ്മുടെ ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള ബേസിക് ആയിട്ടുള്ള നീഡ്സിനെയാണ് നമ്മൾ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്താണ്? നമ്മൾ ഭക്ഷണം, ഫുഡ്, പിന്നെ എയർ, നമ്മൾ ശ്വസിക്കുന്ന വായു, പിന്നെ വാട്ടർ, നമ്മൾ കുടിക്കുന്ന വെള്ളം, പിന്നെ നമ്മൾ ധരിക്കുന്ന വസ്ത്രം, ക്ലോത്ത് ആൻഡ് ഷെൽട്ടർ, നമ്മൾ താമസിക്കുന്ന വീട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. അടുത്ത നീഡ് നമുക്ക് നോക്കാം. അടുത്ത സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്. രണ്ടാമത്തെ ഒരു മനുഷ്യന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് includes a desire for security, stability, dependency, protection, freedom from fear and anxiety, and a need for structure, order and law. നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ എംപ്ലോയ്മെൻ്റ് ആണ്. ഇതിന് ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥിരത വേണം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് നമുക്ക് പറയാം. ഞാനൊരു ജോലി നേടി, ഇപ്പം എനിക്കൊരു 20 വയസ്സായിട്ട് 25 വയസ്സായിട്ട് എനിക്ക് ജോലി നേടിയില്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ആൻസൈറ്റി വരും, നമുക്കൊരു സെക്യൂരിറ്റി ഇല്ലായ്മ തോന്നും. നമ്മളിനി നാളെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പില്ലാണ്ട് വരും. നമ്മുടെ ജീവിതം ഒരു സ്ട്രക്ചേർഡ് ലൈഫ് ആയിരിക്കില്ല നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ. പക്ഷെ നമുക്കൊരു ജോലി അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് നേടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലൊരു സെക്യൂരിറ്റി വരും. അപ്പോൾ നമുക്ക് ഒരു സ്റ്റേബിളായിട്ട് ഒരു വരുമാനം കിട്ടാൻ തുടങ്ങും. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഡിപ്പെൻഡൻസി ആയിരിക്കും, കുറച്ചും കൂടെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, നമ്മളുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഒരു ഡിപ്പെൻഡൻസി വരും. പിന്നെ പ്രൊട്ടക്ഷൻ വരും, നമുക്കൊരു കുറച്ചും കൂടെ സുരക്ഷിതത്വം വരും. പിന്നെ ഫ്രീഡം ഫ്രം ഫിയർ ആൻഡ് ആൻസൈറ്റി, നമുക്ക് ശമ്പളം കിട്ടും അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യമില്ലാത്ത ആൻസൈറ്റി അല്ലെങ്കിൽ ആകുലതകൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഫിയർ ഇതൊന്നും നമുക്ക് വരത്തില്ല. പിന്നെ നമുക്കൊരു നീഡ് ഫോർ എ സ്ട്രക്ചർ, ഓർഡർ ആൻഡ് ലോ. അപ്പോൾ നമുക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ടൊരു ലൈഫ് വരും സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ. അപ്പോൾ സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു എംപ്ലോയ്മെൻ്റ് ആണ്. എംപ്ലോയ്മെൻറ്റ് വഴി നമുക്ക് എന്തോ കിട്ടും? സാലറി കിട്ടും. ഈ സാലറി കിട്ടുന്ന വഴി നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ കുറച്ചും കൂടെ സേഫ്റ്റി അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡിപ്പെൻഡൻസി, പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ഫിയറും ആൻസൈറ്റിയും എല്ലാം നമ്മൾ മോചിതരാകും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. അത് കഴിഞ്ഞാൽ നമ്മൾ സേഫ്റ്റി നീഡ്സ് ആണ്. സേഫ്റ്റി നീഡ്സിനെ പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി നീഡ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 നീഡ്സ് എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് അടുത്ത നീഡ്സിലോട്ട് പോവാം. അടുത്തതെന്ന് പറഞ്ഞാൽ സോഷ്യൽ നീഡ്. നമുക്കറിയാം മനുഷ്യർ എന്ന് പറഞ്ഞാൽ എന്തോ ആനിമലാണ്. ഒരു മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. നമ്മളൊരു സാമൂഹിക ജീവിയാണല്ലേ മനുഷ്യൻ. അപ്പം സോഷ്യൽ നീഡ്സ് എന്താണെന്ന് നോക്കാം. ദീസ് ഇൻക്ലൂഡ്സ് നീഡ് ഫോർ ബിലോങ്ങിങ്സ്, affiliation and love, and all individuals wants to be recognized and accepted by others. Likewise, an entrepreneur is motivated to interact with fellow entrepreneurs, his employees and others. നമ്മൾ മനുഷ്യ ജീവിയാണല്ലേ, നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. നമുക്ക് എപ്പോഴും നമ്മളെ ബാക്കിയുള്ളവർ അംഗീകരിക്കണം, നമ്മളെല്ലാവരും സ്നേഹിക്കണം, നമ്മളെല്ലാവരും പരിഗണിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെ ഉണ്ട്. നമ്മളെ ലൈഫിൽ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്. ബാക്കിയുള്ളവരും എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു സ്നേഹം വേണം, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു ബിലോങ്ങിങ് വേണം, നമ്മുടെ അടുത്ത് എല്ലാവർക്കും ഒരു ക്ലോസ്നെസ് അല്ലെങ്കിൽ ഒരു അഫിലിയേഷൻ വേണം. അപ്പോൾ അതാണ് സോഷ്യൽ നീഡ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചും കൂടെ നമ്മളെ സ്നേഹിക്കാനും നമുക്ക് ബാക്കിയുള്ളവർ നമ്മുടെ അടുത്ത് പരിഗണന കാണിക്കാനും ഇതെല്ലാം വേണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാം മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്ന് പറയാൻ കാര്യം അതാണ്. നമ്മളൊരു സാമൂഹിക ജീവിയാണ്. അതേപോലെ തന്നെ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഓൺട്രപ്രണർ എന്താണ് ഒരു സാമൂഹ്യ ജീവിയാണ്. അപ്പോൾ സാമൂഹ്യ ജീവി, അപ്പോൾ ഓൺട്രപ്രണറിനും എപ്പോഴും ആളുകൾ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യണം. ആളുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഓൺട്രപ്രണറിനെ സംബന്ധിച്ചോളം ഓൺട്രപ്രണറിൻ്റെ എംപ്ലോയീസ് അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യണം, അദ്ദേഹത്തെ ഒരു ബിലോങ്ങിങ് കാണിക്കണം, ഒരു അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്നെസ് അല്ലെങ്കിൽ ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കാണിക്കണം, പിന്നെ സ്നേഹത്തോടെ പെരുമാറണം. ഇതെല്ലാം മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഓൺട്രപ്രണറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീഡാണ് സോഷ്യൽ നീഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സോഷ്യൽ നീഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് നമ്മൾ പഠിച്ചു. നമ്മൾ എല്ലാവരും അംഗീകരിക്കുക, നമ്മളെ ബിലോങ്ങിങ് ആണ്, നമ്മളെ കൂടെ സ്നേഹം കാണിക്കുക, ഇതിനെയൊക്കെയാണ് നമ്മൾ സോഷ്യൽ ബിലോങ് എന്ന് പറയുന്നത്. നമ്മളെ അഫിലിയേഷൻ, ലവ്, ബിലോങ്ങിങ് ഇതൊക്കെയാണ് നമ്മൾ സോഷ്യൽ ബിലോങ്ങിങ് അല്ലെങ്കിൽ സോഷ്യൽ നീഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം എസ്റ്റീം നീഡ്സ്. These needs refers to self-respect and self-esteem, and these needs include self-confidence, achievement, competency, knowledge, reputation, prestige, status,
ഫെയിം, ഗ്ലോറി, ഡോമിനൻസ്, റെക്കഗ്നിഷൻ ആൻഡ് അപ്രീസിയേഷൻ. എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആത്മാഭിമാനമാണ്. എന്ന് വെച്ചാൽ ആത്മാഭിമാനം അല്ലെങ്കിൽ നമ്മളെ ഒരു സെൽഫായിട്ട് നമുക്കൊരു റെസ്പെക്റ്റ് വേണം. അതിനെയാണ് നമ്മൾ എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. ഈ എസ്റ്റീം നീഡ്സ് നമ്മളെ ആത്മാഭിമാനത്തിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വേണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് വേണം. പിന്നെന്തുവാണ്, നമ്മൾ സ്വന്തമായിട്ട് കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രം പോരാ, നമുക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റണം. പിന്നെ നമ്മൾ കോമ്പീറ്റൻ്റ് ആയിരിക്കണം. എപ്പോഴും കോമ്പീറ്റൻസ്, നമ്മൾ എന്ത് പങ്കെടുത്താലും നമ്മൾ നല്ലോണം പോരാടണം. നമ്മൾ പോരാടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ നമ്മൾ കാര്യങ്ങൾ അഭിമുഖീകരിക്കണം. പിന്നെ നമുക്ക് നല്ലൊരു നോളജ് വേണം. നോളജ് എന്ന് പറഞ്ഞാൽ അറിവുണ്ടാവണം. പിന്നെ നല്ലൊരു റെപ്യൂട്ടേഷൻ വേണം. നമുക്ക് നമ്മുടെ ഇപ്പോൾ സമൂഹത്തിൽ നമുക്ക് നല്ലൊരു നിലയും വിലയും വേണം. ഒരു പ്രസ്റ്റീജ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. നമുക്കൊരു സ്റ്റേറ്റസ് വേണം, അല്ലെങ്കിൽ ഫെയിം, ഗ്ലോറി, ഡോമിനൻസ്, നമ്മൾ റെക്കഗ്നിഷൻ, അപ്രീസിയേഷൻ, നമ്മളെല്ലാവരും അംഗീകരിക്കണം, നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുക എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എസ്റ്റീം നീഡ്സ് ഞാൻ ബേസിക്കലി നമ്മൾ പറയാം സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ പറയാം. പിന്നെ നമ്മളെ അച്ചീവ്മെൻറ്റ്സ്, ഇതിനെയൊക്കെയാണ് നമ്മൾ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എസ്റ്റീം നീഡ്സ് എന്താണെന്ന് നോക്കി. നമ്മൾ ആദ്യം നോക്കിയത് ഫിസിയോളജിക്കൽ നീഡ് എന്താണെന്ന് നോക്കി, രണ്ടാമത്തത് സേഫ്റ്റി നീഡ്സ് എന്താണെന്ന് നോക്കി, പിന്നെ മൂന്നാമത്തത് നമ്മൾ സോഷ്യൽ ബിലോങ്ങിങ് അല്ലെങ്കിൽ സോഷ്യൽ നീഡ്സ് എന്താണെന്ന് നോക്കി, നാലാമത് നമ്മൾ നോക്കിയ എസ്റ്റീം നീഡ്സ് എന്താണെന്ന് നോക്കി. അടുത്ത അഞ്ചാമത് നമ്മൾ പോകുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പോൾ നമുക്ക് എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് നോക്കാം. അപ്പം the highest need in Maslow's hierarchy is that of self-actualization. This refers to self-fulfillment. An entrepreneur may be achieving self-actualization in becoming a successful entrepreneur. നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്താലും ചിലപ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവത്തില്ല. നമ്മളിപ്പോൾ എക്സാം എഴുതി പഠിച്ചിട്ടായിരിക്കും എഴുതുന്നത്, പക്ഷെ നമ്മൾ 80% എക്സാമിന് പഠിച്ചുള്ളൂ. നമ്മൾ 80% പഠിച്ചെങ്കിൽ നമുക്ക് എക്സാമിന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് 100 മാർക്കിനാണ് പരീക്ഷ നടത്തുന്നത്, നമുക്ക് 80 മാർക്കേ കിട്ടത്തുള്ളൂ. നമ്മളപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ? അല്ലായിരിക്കും അല്ലേ? കാര്യം നമ്മളപ്പോൾ ആലോചിക്കും, നമ്മൾ ഒരു 100% പഠിച്ചതെങ്കിൽ നമുക്ക് 100-ന് അറ്റ്ലീസ്റ്റ് ഒരു 95 അല്ലെങ്കിൽ 98 മാർക്കെങ്കിലും നമുക്ക് മേടിക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നുമല്ലേ? അപ്പം നമുക്ക് ആത്മസംതൃപ്തി നേടുക, അതിനെയാണ് നമ്മൾ പറയുക സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് ഫുൾഫിൽമെൻ്റ് എന്ന് പറയാം. നമുക്ക് സ്വന്തമായിട്ടൊരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റ്, അതായത് സെൽഫ് ഫുൾഫിൽമെൻറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ നമ്മൾ പഠിച്ചു. നമ്മൾ എന്താ പറയുക, ഒരു സെൽഫ് ഫുൾഫിൽമെൻറ്റ്, നമ്മൾ സ്വയമായിട്ട് നമുക്കൊരു സംതൃപ്തി നേടുക, അതിനെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി എന്ന് പഠിച്ചു. നമ്മൾ മനുഷ്യരെല്ലാം മോട്ടിവേറ്റഡ് ആണ്. എപ്പോഴും എന്ത് കാര്യം നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ വേണം. അപ്പം അതിൽ മോട്ടിവേഷൻ്റെ ആദ്യത്തെ തിയറിയാണ് നമ്മളിപ്പോൾ പഠിച്ചത് മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി. ഇത് കൊണ്ടുവന്നത് ആരാണ്? എബ്രഹാം മാസ്ലോ ആണ്. ഏത് വർഷമാണ് അത് കൊണ്ടുവന്നത്? 1943 അദ്ദേഹം ഒരു തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ എന്നൊരു പേപ്പറിലാണ് ഈ തിയറി ഓഫ് നീഡ് ഹയറാർക്കി അല്ലെങ്കിൽ മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി അവതരിപ്പിച്ചത്. അപ്പോൾ ഈ മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി പറയുന്നത് പറഞ്ഞാൽ മനുഷ്യരെപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും. എപ്പോഴും മനുഷ്യർക്ക് ആവശ്യമുണ്ട്. ഒരു ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ആവശ്യത്തിലോട്ട് നിറവേറ്റാനുള്ള മോട്ടിവേഷൻ മനുഷ്യനെ കാണും. അപ്പോൾ അങ്ങനെയുള്ളതാണ് ആദ്യം മനുഷ്യനുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ നീഡ്സാണ്, അതായത് ബേസിക് പ്രാഥമികമായിട്ടുള്ള നീഡ്സാണ്. രണ്ടാമത്തത് മനുഷ്യൻ്റെ നീഡ്സ് പറഞ്ഞാൽ സേഫ്റ്റി നീഡ്സ് അല്ലെങ്കിൽ നമ്മൾ പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്ന നീഡ്സാണ് നമ്മൾ പറയുക സേഫ്റ്റി നീഡ്സ്. മൂന്നാമത്തെ സോഷ്യൽ നീഡ്സ്, നമ്മൾ സാമൂഹികമായ നീഡ്സ് എന്ന് പറയും. മനുഷ്യൻ എന്തോ ഒരു ആനിമലാണെന്ന് പറയാം, സോഷ്യൽ ആനിമലാണ്, അതായത് സോഷ്യൽ ബീയിങ് ആണെന്ന് പറയാം. നമ്മളൊരു സാമൂഹിക ജീവിയാണ്. നമുക്കൊരു പരിഗണന, സ്നേഹം, അഫിലിയേഷൻ, ഇതിനെല്ലാം നമ്മൾ ഭയങ്കര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളാണ്. പിന്നെ എസ്റ്റീം, നമ്മുടെ സെൽഫ് റെസ്പെക്ട്, നമ്മൾ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുക, നമ്മളൊരു സ്ഥലത്ത് എത്തുക, ഇതൊക്കെയാണ് നമ്മുടെ എസ്റ്റീം നീഡ്സ് എന്ന് പറയുക. അഞ്ചാമത്തെ സെൽഫ് ആക്ച്വലൈസേഷൻ, എല്ലാം കാര്യം ചെയ്തതിന് ശേഷം നമുക്കൊരു സംതൃപ്തി ഉണ്ടാവുക, സെൽഫ് ഫുൾഫിൽമെൻ്റ് എന്ന് പറയും. അപ്പോൾ ഇതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി പഠിച്ചു. ഇനി അടുത്തതിലോട്ട് നമുക്ക് പോകാം. അടുത്തത് മെക്കലൻസ് തിയറി ഓഫ് മോട്ടിവേഷൻ. ഇത് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക, എക്സാമിന്
ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ നമ്മൾ ഈ പോയിന്റ് എന്താണ് പഠിക്കുക. പിന്നെ ഞാൻ നിങ്ങൾക്ക് അയച്ചിരിക്കുന്ന നോട്ടും നോക്കി പഠിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയാം. അക്കോർഡിംഗ് ടു ഡേവിഡ് മാക്കലൻ, റിഗാർഡ്ലെസ് ഓഫ് കൾച്ചർ ഓഫ് ജെൻഡർ പീപ്പിൾ ആർ ഡ്രിവൺ ബൈ 3 മോട്ടീവ്സ്. അപ്പോൾ ഈ നമ്മൾ നീഡ് ഹൈറാർക്കി തിയറി കൊണ്ടുവന്നത് എബ്രഹാം മാസ്ലോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ തിയറി ഓഫ് മോട്ടിവേഷൻ, മെക്കലൻ്റെ തിയറി കൊണ്ടുവന്നത് ഡേവിഡ് മെക്കലൻ എന്നൊരു വ്യക്തിയാണ് മെക്കലൻസ് തിയറി ഓഫ് മോട്ടിവേഷൻ പ്രൊപ്പോണ്ട് ചെയ്തത് അല്ലെങ്കിൽ കൊണ്ടുവന്നത്. അപ്പം ഈ ഡേവിഡ് മെക്കലൻഡ് പറയുകയാണ് നമ്മുടെ കൾച്ചർ, നമ്മുടെ ജെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആണാണോ പുരുഷനാണോ അതോ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് പറയുന്നതാണ് നമ്മളെ ജെൻഡർ എന്ന് പറയുന്നത്. ജെൻഡർ അല്ലെങ്കിൽ നമ്മളെ വ്യക്തികൾ, ഇതിനെല്ലാം അതീതമായിട്ട് മനുഷ്യൻ മൂന്ന് കാര്യങ്ങളിൽ എപ്പോഴും ഡ്രിവൺ ആണ്. അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളിലും മനുഷ്യന് 3 ലക്ഷ്യങ്ങളുണ്ട്, 3 മോട്ടീവ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആണ്. എനിക്കൊരു നല്ലൊരു ജോലി നേടണം, അപ്പോൾ ഞാൻ എപ്പോഴും മോട്ടിവേറ്റഡ് ആണ്, എനിക്ക് ആ ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ അതിന് ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സാമിന് വേണ്ടി പഠിക്കുക. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ജോലി കിട്ടി. അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എൻ്റെ മോട്ടിവേഷൻ എന്തായിരിക്കും? എനിക്ക് അടുത്തൊരു പ്രൊമോഷൻ കിട്ടുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യം അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു ടെൻഡൻസി മനുഷ്യൻ്റെ ഇൻബിൽട്ടായിട്ട് മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനെയാണ് അച്ചീവ് ചെയ്യുക. നമ്മൾ ഓരോ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് എപ്പോഴും മോട്ടിവേഷൻ വേണം. അതാണ് ആദ്യത്തെ പോയിന്റ്, ഞാൻ അച്ചീവ്മെൻറ്റ്. നമ്മൾ മോട്ടിവേഷനിൽ 3 മോട്ടീവ്സിൽ ഒന്നാണ് മനുഷ്യൻ ആണാണോ പെണ്ണാണോ പിന്നെ അവരുടെ കൾച്ചർ, ഇതെല്ലാം എന്തായാലും മനുഷ്യൻ ഈ ഒരു 3 ലക്ഷ്യങ്ങൾ എപ്പോഴും കാണും. ആദ്യം എന്തെങ്കിലും ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യാം. രണ്ടാമത്തത് അഫിലിയേഷൻ എന്ന് പറയും. മനുഷ്യൻ നേരത്തെ നമ്മൾ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി പറഞ്ഞപ്പോൾ അഫിലിയേഷൻ പറഞ്ഞു. നമുക്ക് എപ്പോഴും കുറച്ച് ക്ലോസ് ആയിട്ട് ഫ്രണ്ട്സ് വേണം, നമ്മളെ സ്നേഹിക്കാനും നമ്മളെ പരിഗണിക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സ് വേണം. മൂന്നാമത്തത് അച്ചീവ്മെൻറ്റും അഫിലിയേഷനും വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പവർ വേണം, അധികാരം വേണം. ഇതാണ് മനുഷ്യൻ്റെ എപ്പോഴും മനുഷ്യനെ ഡ്രൈവ് ചെയ്യുന്ന 3 മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻറ്റ്, അഫിലിയേഷൻ, പവർ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറെ ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ. ഇത് ഭയങ്കര വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 വ്യക്തികളോ അതിൽ കൂടുതലോ ആളുകൾ സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുക. അത് എന്ത് രീതിയിൽ വേണോ ആശയങ്ങൾ പങ്കുവയ്ക്കാം. അതിനെയാണ് നമ്മൾ പറയുക കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ബിറ്റ്വീൻ പീപ്പിൾ. അതായത് ആളുകൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിനാണ് നമ്മൾ പറയുക കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് ഷെയറിംഗ് ഫാക്ട്സ്, ഐഡിയാസ്, ഒപ്പീനിയൻസ്, തോട്ട്സ് ആൻഡ് ഇൻഫോർമേഷൻ ത്രൂ സ്പീച്ച്, റൈറ്റിംഗ്, ജസ്റ്റേഴ്സ് ഓർ സിംബൽസ് ബിറ്റ്വീൻ 2 or more persons. അപ്പോൾ ഈ നമ്മൾ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും 2 or 2-ൽ കൂടുതൽ വ്യക്തിയായിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ 2 ആളുകളെങ്കിലും മിനിമം വേണം. കമ്മ്യൂണിക്കേഷൻ ഒരു എ എന്ന് പറഞ്ഞൊരാളും വേണം, സെൻറ്ററും വേണം. എ എന്ന് പറഞ്ഞൊരു സെൻറ്റർ, അതായത് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ആരാണോ കമ്മ്യൂണിക്കേഷൻ ഒരു ആശയം പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തെ സെൻറ്റർ എന്നും, ബി എന്ന് പറഞ്ഞാൽ ആരാണോ ആ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയം റിസീവ് ചെയ്യുന്നത് അദ്ദേഹത്തെ റിസീവർ എന്നും പറയും. നമ്മൾ തൽക്കാലം അതത്രയും ചിലപ്പോൾ ഈ റിസീവേഴ്സിൻ്റെ എണ്ണം കൂടാം. CD അങ്ങനെ അറ്റ്ലീസ്റ്റ് 2 കമ്മ്യൂണിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ 2 പേരെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സിൽ കാണും. അപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് തോന്നാം, നമ്മൾ നമ്മുടേതടുത്ത് തന്നെ സംസാരിക്കാറില്ലേ എന്ന് നമുക്ക് തോന്നാം. നമ്മുടെ മനസ്സിൽ തന്നെ സംസാരിക്കാം. പക്ഷേ അതിനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കാറില്ല. അത് നമ്മൾ ടോക്കിംഗ് ടു വൺ സെൽഫ് എന്ന് പറഞ്ഞാൽ അതൊരു സൈക്കോളജിക്കലായിട്ടൊരു വേറൊരു പ്രോസസ്സാണ്. അത് നമ്മൾ ഒരിക്കലും ആശയവിനിമയത്തിൻ്റെ അകത്ത് കൂട്ടത്തില്ല, കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സിനകത്ത് കൂട്ടത്തില്ല. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ബിറ്റ്വീൻ പീപ്പിൾ. 2 ആളുകൾ തമ്മിൽ ആശയം അല്ലെങ്കിൽ ഇൻഫോർമേഷൻ, അതായത് ഡേറ്റ പങ്കുവയ്ക്കുക. അതിനെയാണ് നമ്മൾ പറയുക കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് ഷെയറിംഗ് ഫാക്ട്സ്. ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ ഇൻഫോർമേഷൻ പങ്കെടുക്കുക, അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുക. പിന്നെ ഐഡിയാസ്, കുറച്ച് ഐഡിയാസ് നമുക്കുണ്ടെങ്കിൽ ഐഡിയാസ് ഷെയർ ചെയ്യുക. പിന്നെ ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളെ പറ്റി അഭിപ്രായങ്ങളാണല്ലോ, ഒപ്പീനിയൻസ് പങ്കുവയ്ക്കുക. പിന്നെ തോട്ട്സ്, നമ്മുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ പങ്കുവയ്ക്കുക. പിന്നെ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ, കുറേ ഡേറ്റകൾ അല്ലെങ്കിൽ കുറേ അറിവുകൾ പങ്കുവയ്ക്കുക.
എങ്ങനെയായിരിക്കും പങ്കുവെക്കുന്നത്? ചിലപ്പോൾ സ്പീച്ച് വഴിയായിരിക്കും. നമ്മളെ സ്പീച്ച് വഴി, സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സംസാരിക്കുന്നത് വഴിയായിരിക്കാം പങ്കുവെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പേപ്പറിൽ എഴുതിയായിരിക്കാം നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് ഓർ സിമ്പിൾസ്. ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആംഗ്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സിമ്പിൾസ് കൊണ്ടോ ആയിരിക്കാം നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ആളുകൾ മെയിൻലി കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിക്കേണ്ട കാര്യം മിനിമം 2 or more പേഴ്സൺസ് വേണം ഒരു കമ്മ്യൂണിക്കേഷൻ. മിനിമം 2 or more പേഴ്സൺസ്, രണ്ടോ രണ്ടിൽ കൂടുതലോ ആളുകൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ വേണം. നമ്മൾ കമ്മ്യൂണിക്കേഷൻ വഴി നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇൻഫോർമേഷൻ ആയിരിക്കാം, ഫാക്ട്സ് ആയിരിക്കാം, ഐഡിയാസ് ആയിരിക്കാം, ഒപ്പീനിയൻ ആയിരിക്കാം. അത് നമ്മൾ എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? നമ്മൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. നമ്മൾ അതായത് എഴുതിയായിരിക്കാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഈ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, നമ്മൾ സംസാരിക്കുന്നത് വഴി, അതായത് സ്പീച്ച് എന്ന് വേണമെങ്കിൽ ഉദ്ദേശിക്കാം. നമ്മൾ സംസാരിക്കുന്നത് വഴി നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. റിട്ടേൺ കമ്മ്യൂണിക്കേഷനും ഓറൽ കമ്മ്യൂണിക്കേഷനും ബേസിക്കലി രണ്ട് തരമുണ്ട്. നമുക്ക് വേണമെങ്കിൽ എഴുതി ഒരു ആശയം പങ്കുവയ്ക്കാം, സംസാരിച്ച് നമുക്കൊരു ആശയം പങ്കുവയ്ക്കാം. അപ്പോൾ ബേസിക്കായിട്ട് ആരെങ്കിലും ഒരാൾ ചോദിക്കുക, ആശയവിനിമയം നടത്തുന്നതിനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. നമ്മൾ കമ്മ്യൂണിക്കേഷൻ വഴി എന്ത് ആശയമാണ് പങ്കുവയ്ക്കുന്നത്? ഫാക്റ്റ് ആയിരിക്കാം, ഐഡിയാസ് ആയിരിക്കാം, ഒപ്പീനിയൻസ് ആയിരിക്കാം, തോട്ട്സ്, ആശയങ്ങളായിരിക്കാം, ഒരു ഇൻഫോർമേഷൻ, ഡേറ്റ ആയിരിക്കാം. നമ്മൾ എങ്ങനെയായിരിക്കും? സ്പീച്ച് വഴി, നമ്മൾ സംസാരം വഴിയായിരിക്കാം, അല്ലെങ്കിൽ എഴുതിയായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റേഴ്സ്, നമ്മളെ ആംഗ്യഭാഷ വഴിയായിരിക്കാം, അല്ലെങ്കിൽ സിമ്പിൾസ് വഴിയായിരിക്കാം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾ എക്സാമിന് പഠിച്ചിരിക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഒരു കമ്മ്യൂണിക്കേഷന് 2 പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. ഫസ്റ്റ് ഒരു സെൻഡർ ഉണ്ടാവും, ഒരു റിസീവർ ഉണ്ടായിരിക്കും. മിനിമം 2 പാർട്ടിസിപ്പൻ്റ് ഉണ്ടാവും എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു സെൻഡറും ഉണ്ട്, ഒരു റിസീവറും ഉണ്ട്. അപ്പോൾ സെൻഡർ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് പാസ്സാക്കുകയാണ്. മെസ്സേജ് പാസ്സാക്കുകയാണ്. അപ്പോൾ ഈ മെസ്സേജ് എൻകോഡിങ് എന്ന് പറഞ്ഞാൽ എൻകോഡ് ചെയ്തിട്ടായിരിക്കും മെസ്സേജ് പാസ്സാക്കുന്നത്. ഈ എൻകോഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലായിരിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കുക, അപ്പോൾ ഞാനിവിടെ ഒരു മെസ്സേജാണ് നിങ്ങളടുത്ത് പാസ് ചെയ്യുന്നത്. ഏത് ലാംഗ്വേജിലാണ് പാസ് ചെയ്യുന്നത്? മലയാളം എന്നൊരു ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ഞാനെന്ന് വെച്ചോ, ചിലപ്പോൾ ഞാൻ സിമ്പിൾസോ ജസ്റ്റേഴ്സോ വഴിയായിരിക്കാം ഞാൻ ഇൻഫോർമേഷൻ പാസ് ആവുന്നത്. ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ വേണമെങ്കിൽ ഞാൻ ചിലപ്പോൾ ആംഗ്യ ഭാഷയിലോ അല്ലെങ്കിൽ സിമ്പിൾസ് ഇങ്ങനെയൊക്കെ വെച്ചായിരിക്കും ഞാൻ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എൻകോഡ് ചെയ്യുക എന്ന് പറഞ്ഞത്. അത് കമ്മ്യൂണിക്കേഷന് നമ്മൾ ചെയ്യുന്ന ഒരു കോഡിനെയാണ്, നമ്മൾ പറയുന്ന കാര്യം കോഡ് ചെയ്യുന്നതിനാണ് എൻകോഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ എൻകോഡ് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് ഭാഷയിലാണോ അല്ലെങ്കിൽ ഏത് രീതിയിലാണോ നമ്മൾ സംസാരിക്കുന്നത് അതിനെയാണ് എൻകോഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെസ്സേജ് നമ്മൾ നേരെ വേറെ രണ്ടാമതൊരു വ്യക്തിക്ക് നമ്മൾ പാസ് ചെയ്യണം. അപ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ പാസ് ചെയ്യുമ്പോൾ ആ ഇൻഫോർമേഷൻ ആ വ്യക്തി ഡീകോഡ് ചെയ്തെടുക്കും. ഡീകോഡ് ചെയ്യുന്ന പറഞ്ഞാൽ അദ്ദേഹം മനസ്സിലാക്കും, ഇത് മലയാളത്തിലാണ്. ഈ ഡീകോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഏത് ഫോമിലാണ് ആ മെസ്സേജ് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ഡീകോഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ മനസ്സിലാക്കും ഇത് മലയാളം ലാംഗ്വേജിലാണ് വരുന്നത്, ഇത് ഏത് സിമ്പിൾ അയാൾ സംസാരിക്കുന്ന മലയാളത്തിലാണ്, അല്ലെങ്കിൽ അയാൾ ആക്ഷൻസും സിമ്പിൾസും വഴിയാണ് അയാൾ സംസാരിക്കുന്നത്. ഇങ്ങനെ ഡീകോഡ് ചെയ്തെടുക്കും അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കും. ഇതിനെയാണ് ഡീകോഡിങ് എന്ന് പറയുന്നത്. അപ്പം സെൻഡർ മെസ്സേജ് എൻകോഡ് ചെയ്ത് റിസീവറിന് സെൻഡ് ചെയ്യും. ഈ എൻകോഡഡ് മെസ്സേജ് റിസീവർ എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്തെടുക്കും. ഇതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ഈ മെസ്സേജ് ഇപ്പം ഭയങ്കര ഇപ്പം ഞാൻ കിടന്നിങ്ങനെ കീറി വിളിക്കുകയാണ്, ഭയങ്കര അരോചകമായിട്ടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഈ മെസ്സേജ് നമുക്കൊരു നോയ്സ് അല്ലെങ്കിൽ അൺപ്ലസൻറ്റ് വോയിസ് ഒക്കെയുള്ള അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ള നമുക്ക് ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്ന മെസ്സേജുകളൊക്കെ ആണെങ്കിൽ അതിനെ അൺപ്ലസൻറ്റ് വോയിസിനെയാണ് നമ്മളെന്ത് പറയുക? നോയ്സ് എന്ന് പറയാം. നമ്മളെ ഈ നോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ ഹിൻഡർ ചെയ്യും, അല്ലെങ്കിൽ ഒരു ബാരിയറാണ്. ഈ കമ്മ്യൂണിക്കേഷന് നമുക്കൊരു ബാരിയറാണ് ഈ നോയ്സ് ഉണ്ടാക്കുക. നമ്മൾ ഭയങ്കര വലിച്ച് ഒച്ചയായിട്ടൊക്കെ പറയുകയാണെങ്കിൽ അതിൽ ഉണ്ടാകുന്ന ഒരു ബാരിയറാണ് നോയ്സ് എന്ന് പറയുന്നത്.
നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. സെൻഡർ ഒരു മെസ്സേജ് കൊടുക്കും, മെസ്സേജ് ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ സിമ്പിൾസ് അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു കോഡ് ഭാഷ ഉപയോഗിച്ചായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ മെസ്സേജ് റിസീവർ രണ്ടാമത്തെ വ്യക്തി ആ മെസ്സേജ് ഏത് ഭാഷയിലാണ് സംസാരിക്കുക അല്ലെങ്കിൽ ഏത് ആക്ഷൻസ് വഴിയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അദ്ദേഹം ഡീകോഡ് ചെയ്തെടുക്കും. അപ്പോൾ ഈ മെസ്സേജ് ഇപ്പം ഭയങ്കര നോയ്സോ അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആയിട്ടൊക്കെ ആണ്. ഇപ്പം ഭയങ്കര വലിച്ചു കീറി നമ്മൾ ഭയങ്കര ആവശ്യത്തിന് നമുക്ക് എപ്പോഴും സംസാരിക്കുമ്പോൾ പ്രിസൈസ് ആയിട്ടായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മൾ ആവശ്യമില്ലാതെ വലിച്ചു വാരി ഇങ്ങനെ ഭയങ്കര ആവശ്യമില്ലാത്ത സൗണ്ടൊന്നും ഉണ്ടാക്കി നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഭയങ്കര ബഹളത്തോടെ സംസാരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. ഈ നോയ്സ് എപ്പോഴും കമ്മ്യൂണിക്കേഷന് ഒരു ബാരിയർ ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷനെ നമ്മൾ നശിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന സാധനത്തെ ഹിൻഡർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ നോയ്സ് എന്ന് പറഞ്ഞ ഒരു സാധനം കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാരിയർ ടു കമ്മ്യൂണിക്കേഷനാണ് നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കും. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 തരത്തിലുണ്ട്. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 3 തരത്തിലുണ്ട്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. പക്ഷേ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 3 തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ upward communication, second one downward communication, third one horizontal communication. അപ്പോൾ ഞാനൊരു ഇത് വരയ്ക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഓൺട്രപ്രണറാണ്. ഓൺട്രപ്രണറാണ്. അപ്പോൾ ഇതിൻ്റെ അത് നിങ്ങൾ എൻ്റെ എംപ്ലോയീസ് ആണെന്ന് വെച്ചോ. ഈ എംപ്ലോയിക്കകത്ത് തന്നെ നമുക്ക് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഫൈനാൻസ്, മാർക്കറ്റിംഗ്, സെയിൽസ്, HR പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാനൊരു കമ്പനിയുടെ ഓൺട്രപ്രണറാണ് അല്ലെങ്കിൽ ഒരു ഓണറാണ്. ഞാനാണ് ഒരു ഓൺട്രപ്രണർ എന്ന് വെച്ചോ. എൻ്റെ കീഴിൽ കുറച്ച് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ എംപ്ലോയീസ് തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള എംപ്ലോയീസ് ഉണ്ട്. ഫൈനാൻസ് ആയിരിക്കാം, മാർക്കറ്റിംഗ് ആയിരിക്കാം, സെയിൽസ് ആയിരിക്കാം, HR ആയിരിക്കാം. അപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ എംപ്ലോയർ ആണല്ലേ. ഇപ്പോൾ ഞാൻ എംപ്ലോയറാണ്. ഞാൻ എൻ്റെ ഒരു എംപ്ലോയിക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ പാസ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇൻഫോർമേഷൻ ഞാൻ എൻ്റെ എംപ്ലോയിക്ക് ഒരു ഇൻഫോർമേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതെന്താണ് ടോപ്പ് ടു ബോട്ടം അല്ലേ ഈ ഇൻഫോർമേഷൻ പാസ് ഔട്ട് ആയത്, ടോപ്പ് ടു ബോട്ടം. ഞാൻ എൻ്റെ ഇൻഫോർമേഷൻ ഒരു ഇൻസ്ട്രക്ഷൻ എൻ്റെ ഒരു എംപ്ലോയിക്ക് ഞാനൊരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ടോപ്പ് ടു ബോട്ടമാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. മുകളിൽ നിന്ന് താഴോട്ടാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഇതിനെയാണ് നമ്മൾ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ എംപ്ലോയിക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഓൺട്രപ്രണറാണ്, എംപ്ലോയിയാണ്. ഇപ്പോൾ എംപ്ലോയി എൻ്റെ താഴത്തെ ലൈനിലാണ് നിൽക്കുന്നത്. മുകളിൽ നിന്ന് താഴോട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇതിനെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം നേരെ മറിച്ച് ഇപ്പം ഞാനൊരു എംപ്ലോയി ആണ്. അപ്പോൾ ഞാൻ എൻ്റെ വർക്കൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ വർക്കിൻ്റെ പ്രോഗ്രസ് അറിയിക്കാൻ വേണ്ടി ഞാൻ എംപ്ലോയിക്ക് വേണ്ടി ഇൻഫോർമേഷൻ എൻ്റെ ഓൺട്രപ്രണറിൻ്റെ അടുത്ത് ഞാൻ ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയാണ്. ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ വർക്ക് ചെയ്തു എന്നുള്ള എംപ്ലോയി ഓൺട്രപ്രണറിൻ്റെ അടുത്ത് ഇൻഫോർമേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ അത് നോക്കുക, താഴെ നിന്ന് മുകളിലോട്ടാണല്ലേ. അതപ്പോൾ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എങ്ങോട്ടാണ്, താഴെ നിന്ന് മുകളിലോട്ട് പോവാണ്. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിക്കേഷനെ നമ്മൾ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അതെന്താണ്, ബോട്ടം ടു ടോപ്പ് ആണല്ലേ. ബോട്ടം ടു ടോപ്പ് കമ്മ്യൂണിക്കേഷനാണ്. കാര്യം താഴെ നിന്ന് മുകളിലോട്ടല്ലേ ഈ കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത്
അപ്പോൾ ഇത് നോക്കുക, ഇപ്പം ഞാൻ എംപ്ലോയി ആണ്, ഞാൻ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു എംപ്ലോയി ആണെന്ന് വെച്ചോ. ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എംപ്ലോയി ആണ്, എനിക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ എംപ്ലോയി എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എംപ്ലോയി സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അത് ഇങ്ങനെ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എംപ്ലോയി HR ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എംപ്ലോയി എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അത് ഇങ്ങനെ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുക ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. സെയിം ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അതായത് സെയിം ലെവലാണ്, പക്ഷേ നമ്മൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും. ഇതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പടം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം നമുക്ക് എന്താണ് ഓരോ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഫ്രം എ സബോർഡിനേറ്റ്, അല്ലെങ്കിൽ സബോർഡിനേറ്റിന് വേറൊരു പേരാണ് എംപ്ലോയി. സബോർഡിനേറ്റ് ടു ഹിസ് എംപ്ലോയർ ഓർ ഓൺട്രപ്രണർ. അതായത് സബോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയിയിൽ നിന്ന് ഓൺട്രപ്രണറിന് പോകുന്ന കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ എന്താ പറയുക, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന കമ്മ്യൂണിക്കേഷൻ, ഫ്രം ബോട്ടം ടു ടോപ്പ്, അതാണ് താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ഇറ്റ് മേ കൺസിസ്റ്റ് ഓഫ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു വർക്ക്, പെർഫോമൻസ് ഓഫ് ദ സബോർഡിനേറ്റ്, പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു വർക്ക്സ്, ഒപ്പീനിയൻ, സജഷൻസ് ഓഫ് ദ സബോർഡിനേറ്റ്. അപ്പോൾ എന്തൊക്കെ ഇൻഫോർമേഷൻ ആയിരിക്കാം പാസ് ഔട്ട് ചെയ്യുന്നത്? അത് ചിലപ്പം എംപ്ലോയിയുടെ വർക്കിൻ്റെ പെർഫോമൻസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിൻ്റെ എംപ്ലോയിയുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കാം. പിന്നെ വർക്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് എംപ്ലോയി ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സബോർഡിനേറ്റ് എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ എന്തൊക്കെ അഭിപ്രായം, അല്ലെങ്കിൽ എംപ്ലോയിക്ക് എന്തെങ്കിലും അഭിപ്രായം ഓൺട്രപ്രണറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഓണറിൻ്റെ അടുത്ത് അറിയിക്കണമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾവേസ് ഫ്രം ബോട്ടം ടു ടോപ്പ് ആയിരിക്കും, അതായത് താഴെ നിന്ന് മുകളിലോട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പഠിച്ചതാണ്. എപ്പോഴും ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫ്രം ടോപ്പ് അതോറിറ്റി ടു ഓപ്പറേറ്റിംഗ് ലെവൽ ഓഫ് സബോർഡിനേറ്റ്സ്. അതായത് ടോപ്പ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ വരച്ച പടത്തിൽ ഓൺട്രപ്രണറാണ് ടോപ്പ് അതോറിറ്റി. അപ്പോൾ ഓൺട്രപ്രണറിൽ നിന്ന് ലോവർ ലെവൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലെവൽ ഓഫ് സബോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, എംപ്ലോയീസിനോട്ട് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേറ്റ്സ് റിലേറ്റ്സ് ടു ഓർഗനൈസേഷൻ പ്ലാൻസ് ആൻഡ് പോളിസീസ്. അതായത് ഓൺട്രപ്രണർ, ഞാൻ നേരത്തെ വരച്ച പടമാണ് ഒന്നും കൂടെ വരയ്ക്കുകയാണ്, ഓൺട്രപ്രണർ വഴി എംപ്ലോയിക്ക് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ, അതായത് എന്തൊക്കെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം, എന്തൊക്കെ പ്ലാൻസും പോളിസീസും നടപ്പിലാക്കണം എന്നൊക്കെ ഓൺട്രപ്രണർ എംപ്ലോയിക്ക് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ, അതാണ് ഡൗൺവേർഡ്. അതായത് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടാണ്, അതുകൊണ്ട് ഇതിനെ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നേരത്തെ വരച്ചതാണ്. ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹോൾഡിംഗ് പൊസിഷൻസ് അറ്റ് സെയിം ലെവൽ ഇൻ ദ ഓർഗനൈസേഷൻ ഈസ് നോൺ ആസ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ നേരത്തെ നോക്കിയാണ്, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫൈനാൻസിൽ എംപ്ലോയിയും മാർക്കറ്റിങ്ങിൻ്റെ എംപ്ലോയിയും സെയിൽസിൻ്റെ എംപ്ലോയി HR എംപ്ലോയി ഇവരെല്ലാം സെയിം ലെവലാണ്. ബട്ട് ഒരു ഡിഫറൻ്റ് ഉള്ളൂ, അവരെല്ലാം വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിലാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സെയിം ലെവൽ ഓഫ് എംപ്ലോയീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം എക്സാമ്പിൾ, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ഇൻ 2 or more departmental heads, ടിപ്സ് ഫോർ ഇംപ്രൂവിങ്. എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ബിറ്റ്വീൻ 2 or more departments. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 2 or 2 കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഇടയ്ക്കുള്ള കമ്മ്യൂണിക്കേഷനാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിത് പഠിച്ചിട്ടേ വരാവുള്ളൂ. അപ്പോൾ അടുത്തതിലോട്ട് നമുക്ക് പോകാം. അടുത്തത് ടിപ്സ് ഫോർ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതായത് നമ്മുടെ സംസാര രീതി അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനാണ് ടിപ്സ് ഫോർ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം എന്തെങ്കിലും ഒരു കാര്യം പ്രസംഗിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്രസംഗിക്കുക, ഞാനൊരു സ്പീച്ച് നടത്താണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് വേണം, നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി നല്ലോണം പ്രിപ്പയർ വെൽ ആൻഡ് തിങ്ക് ബിഫോർ യു സ്പീക്ക്. നമ്മൾ ആദ്യം നല്ലോണം പ്രിപ്പയർ ചെയ്യണം, പിന്നെ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ നല്ലോണം ആലോചിച്ചിട്ട് സംസാരിക്കുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ, സ്റ്റാർട്ട് ഇൻ എ ഇൻട്രസ്റ്റിംഗ് മാനർ. നമ്മൾ എപ്പോഴും സംസാരത്തിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഫണ്ണി ആയിട്ട് എന്തെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, നമ്മളെ ശ്രദ്ധിക്കും. പിന്നെ യൂസ് ദ റൈറ്റ് വേർഡ്സ്. കറക്റ്റ് വാക്കുകൾ വേണം ഉപയോഗിക്കാൻ. നമ്മൾ ഭയങ്കര കടിക്കട്ടിയായിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്തായിരിക്കും, ബ്രീഫ് ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. അതായത് ഭയങ്കര ചുരുക്കിയേ പറയാവുള്ളൂ, എന്നാൽ എല്ലാ ആളുകൾക്കും മനസ്സിലാവണം, എന്നാൽ പ്രിസൈസ് ആയിരിക്കും, കറക്റ്റ് പോയിന്റ് ആയിരിക്കും പറയണം. പിന്നെ നാലാമത്,
യൂസ് ഷോർട്ട് വേർഡ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രീഫ് എന്ന് പറഞ്ഞാൽ അതാണ്. വളരെ ഷോർട്ടായിട്ടുള്ള വേർഡ്സ് വേണം ഉപയോഗിക്കാൻ. പിന്നെ ഷോർട്ട് സെൻറ്റൻസസ്, വളരെ ഷോർട്ടായിട്ടുള്ള വാക്കുകളും ഷോർട്ടായിട്ടുള്ള സെൻറ്റൻസും, വളരെ ലളിതമായി എന്നാൽ ചെറിയ വാക്കുകളും ചെറിയ സെൻറ്റൻസും ഉപയോഗിക്കുക. അതാകുമ്പോൾ എല്ലാ ആളുകളിലോട്ടും നമ്മുടെ ആശയം എത്തും. അഞ്ചാമത്തെ പോയിന്റ്, സ്പീക്ക് സ്ലോലി ആൻഡ് ക്ലിയർലി പ്രൊനൗൺസിങ് വേർഡ്സ് കറക്റ്റ്ലി. അതായത് നമ്മൾ വളരെ സാവകാശം, വളരെ പതുക്കെ, എന്നാൽ വളരെ ക്ലിയർ ആയിട്ട് ഓരോ വാക്കുകളും ഉച്ചാരിച്ച് അല്ലെങ്കിൽ പ്രൊനൗൺസ് ചെയ്ത് വേണം സംസാരിക്കാൻ. അതും കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ആറാമത്തെ, എംഫസൈസ് മെയിൻ പോയിന്റ്സ് ബൈ ലെറ്റിംഗ് യുവർ വോയിസ് റൈസ് ആൻഡ് ഫോൾ. നമ്മൾ ചില ആളുകളൊക്കെ സംസാരിക്കുന്ന കണ്ടിട്ടില്ലേ, കറക്റ്റ് സ്ഥലത്ത് ടോൺ ശബ്ദം കൂട്ടുകയും ചെയ്യും, ഒരു കറക്റ്റ് സ്ഥലത്ത് ശബ്ദം കുറയ്ക്കുകയും ചെയ്യും. നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ വോയിസ് റേസ് ചെയ്യണം. എന്നാൽ ഒരു ചെറിയൊരു പോസ് കൊടുക്കാനടുത്ത് പോസ് കൊടുക്കുക, നിർത്തി എന്നാൽ കുറച്ചൊരു മോഡുലേഷനൊക്കെ കൊണ്ടുവന്ന് സംസാരിക്കണം. അതിനാണ് എംഫസൈസ് മെയിൻ പോയിന്റ്സ് ബൈ ലെറ്റിംഗ് യുവർ വോയിസ് റൈസ് ആൻഡ് ഫോൾ. നമ്മൾ കറക്റ്റ് സ്ഥലത്ത് പോസ് ചെയ്യുക, കറക്റ്റ് സ്ഥലത്ത് വോയിസ് ജസ്റ്റ് ഒന്ന് വോയിസ് മോഡുലേറ്റ് ചെയ്യുക. ഇതിനെയാണ് എംഫസൈസ് മെയിൻ പോയിന്റ്സ് ബൈ ലെറ്റിംഗ് യുവർ വോയിസ് റൈസ് ആൻഡ് ഫോൾ എന്ന് പറയുന്നത്. ഏഴാമത്തെ, യൂസ് അപ്രോപ്രിയേറ്റ് വോളിയം. കോമൺ ബാരിയേഴ്സ് ടു വേറെയാണ് ഇത്. കോമൺ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ അടുത്ത ടോപ്പിക്കാണ്, ഇത് ജസ്റ്റ് കട്ട് ചെയ്തേക്കുക. യൂസ് അപ്രോപ്രിയേറ്റ് വോളിയം, അതായത് നമ്മൾ കറക്റ്റ് വോയിസ് ഉപയോഗിക്കാം. നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ വലിച്ചു കീറി കിടന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ നമുക്ക് എല്ലാവർക്കും കേൾക്കുന്ന ഒരു വോയിസിൽ വേണം നമ്മൾ സംസാരിക്കാൻ. അപ്പോൾ ഇതാണ് ടിപ്സ് ഫോർ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ. ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കും. അടുത്ത, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ട്. ബാരിയേഴ്സ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ലിസണിങ് ബാരിയേഴ്സ് എന്ന് പറയും, ലിസണിങ് ബാരിയേഴ്സ്. രണ്ടാമത്തത് സ്പീക്കിംഗ് ബാരിയേഴ്സ്. ലിസണിങ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധക്കുറവ് കാരണം അല്ലെങ്കിൽ നമ്മൾ നേരെ ശ്രദ്ധിക്കാത്തത് കാരണം കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ബാരിയർ എന്ന് പറയുന്നത്. നമ്മൾ ആശയവിനിമയത്തെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബാരിയർ. നമ്മൾ നേരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ആശയം നേരെ മനസ്സിലാക്കില്ല. രണ്ടാമത്തത്, നമ്മൾ സംസാരിക്കുന്ന ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന വ്യക്തി ക്ലിയർ ആയിട്ടല്ല സംസാരിക്കുന്നതെങ്കിൽ അതും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയർ ആയിരിക്കും. ഫസ്റ്റ് വൺ, ലിസണിങ് ബാരിയേഴ്സ് നമുക്ക് എന്തുവാണെന്ന് നോക്കാം. ലിസണിങ് ബാരിയറിൽ ആദ്യം ഇൻറ്ററപ്റ്റിംഗ് ദ സ്പീക്കർ. ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ഡൗട്ട് ചോദിക്കാം, പക്ഷേ അതിനൊരു സമയമുണ്ട്. അതിന് മുമ്പേ ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി ഇൻറ്ററപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിരിക്കും? ഒരിക്കലും എഫക്റ്റീവ് ആയിരിക്കില്ല അല്ലേ. നമുക്ക് എന്താണ് പറയണമെന്ന് പോലും നമുക്ക് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല ഈ ഓഡിയൻസ് ആയിട്ടിരിക്കുന്നവർക്ക് ഫുള്ളായിട്ട് മനസ്സിലാകത്തില്ല. രണ്ടാമത്തെ, നോട്ട് മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട് വിത്ത് ദ സ്പീക്കർ. അതായത് നമ്മൾ ഒരു കറക്റ്റ്, നമ്മൾ ആരടുത്താണ് സംസാരിക്കുന്നത് നമ്മളെപ്പോഴും അവരുടെ അടുത്തൊരു ഐ കോണ്ടാക്ട് വെച്ച് വേണം സംസാരിക്കാൻ. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുകയാണ്, ഞാൻ മാനത്ത് നോക്കിയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ശ്രദ്ധ നിങ്ങളെ അട്രാക്ട് ചെയ്യുമോ. നമ്മളെപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ആളുകളുടെ കണ്ണിൽ നോക്കി വേണം സംസാരിക്കാൻ. നമ്മളൊരു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്ത് വേണം സംസാരിക്കാൻ. മൂന്നാമത്തെ, റഷിങ് ദ സ്പീക്കർ ടു കംപ്ലീറ്റ് വാട്ട് ഹി ഹാസ് ടു സേ. ഇപ്പോൾ ഞാനൊരു കാര്യം, ഇപ്പോൾ ഒരു സ്പീക്കർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അത് എന്താണ് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പേ കുറേ ആളുകൾ അവരുടെ അഭിപ്രായം പറയുകയാണ്. അവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കയറി ഇൻറ്ററപ്റ്റ് ചെയ്ത് കുറേ അവരുടെ പോയിന്റ്സ് പറയുകയാണ്. അപ്പം സ്പീക്കർ എന്താണോ പറയുന്നത് അതിന് മുമ്പേ കയറി എന്തെങ്കിലും പോയിന്റുകളോ എന്തെങ്കിലും അഭിപ്രായം പറയാം. നമ്മൾ ഈ തോക്കിൽ കയറി വെടിവെക്കുക എന്നൊക്കെ പറയാം. അതിനെയാണ് റഷിങ് ദ സ്പീക്കർ ടു കംപ്ലീറ്റ് വാട്ട് ഹി ഹാസ് ടു സേ എന്ന് പറയുന്നത്. നാലാമത്തെ, മേക്കിംഗ് ദ സ്പീക്കർ ഫീൽ ആസ് ദോ ഹീസ് വേസ്റ്റിംഗ് ദ ലിസണേഴ്സ് ടൈം. അതായത് നമ്മൾ ഒരു സ്പീക്കർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മളിങ്ങനെ സ്പീക്കറിൻ്റെ സമയം കളയുന്ന രീതിയിൽ കുറേ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച് നമ്മൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്പീക്കറിന് തോന്നും എന്തിനാണ് ഞാൻ ഇങ്ങനെ കിടന്ന് പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് സ്പീക്കറിന് തോന്നും. അതിനെയാണ് നമ്മൾ പറയുക മേക്കിംഗ് ദ സ്പീക്കർ ഫീൽ ആസ് ദോ ഹീസ് വേസ്റ്റിംഗ് ദ ലിസണേഴ്സ് ടൈം. അവർക്ക് തന്നെ തോന്നുന്ന രീതിയിൽ അവരെ ഡിസ്ട്രാക്ട് ചെയ്യും. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബീയിങ് ഡിസ്ട്രാക്റ്റഡ് ബൈ സംതിങ് ദാറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ ഓൺ ഗോയിങ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പം നമ്മളൊരു ടോപ്പിക്ക് സംസാരിക്കണമെങ്കിൽ ആ ടോപ്പിക്കിൽ തന്നെ നിൽക്കുക, അനാവശ്യമായിട്ട് കാര്യങ്ങളിലോട്ട് പോകരുത്.
അപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷനെ പറ്റി മാത്രം സംസാരിക്കുക, അല്ലാതെ എൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളും നാട്ടിൽ നടന്ന കാര്യങ്ങളും അതല്ലെങ്കിൽ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ കമ്മ്യൂണിക്കേഷനെ ഡീവിയേറ്റ് ചെയ്തിരിക്കുക. അതാണ് 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തത് ബാരിയേഴ്സ് വൈൽ സ്പീക്കിംഗ് എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് ലിസണിങ് ബാരിയേഴ്സ് ആണ് നോക്കിയത്. അടുത്ത സ്പീക്കിംഗ് ബാരിയേഴ്സ്. ആദ്യം ബാരിയേഴ്സ് വൈൽ സ്പീക്കിംഗ് അൺക്ലിയർ മെസ്സേജസ്, അതായത് ക്ലിയർ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വേണം, ഭയങ്കര പ്രിസൈസ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടെ സംസാരിക്കും. പിന്നെ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ചില ആളുകൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആദ്യമൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും, അവർ സംസാരിക്കുന്നതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അവസാനം ഇടയ്ക്കാവുമ്പോഴും അവസാനമൊക്കെ ആകുമ്പോൾ ഭയങ്കര ബോറാവും. കാര്യം എന്താണ്, ഒന്നാമത്തെ കാര്യം അവർക്ക് ആദ്യം അവരെ സംസാരിക്കുന്ന കാര്യത്തെപ്പറ്റി നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ രണ്ടാമത് അവസാനത്തൊക്കെ വരുന്ന പാർട്ടിലുള്ള കാര്യങ്ങൾ അയാൾ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ മാത്രമല്ല ആദ്യം ഉണ്ടാകുന്ന ഒരു ടോണായിരിക്കില്ല സൗണ്ട്, അവസാനം വരുമ്പോൾ സൗണ്ട് ഉണ്ടാകും. ഇതൊക്കെ എന്തോ ആണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനൊരു ബാരിയറാണ്. പിന്നെ മൂന്നാമത്തെ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസ്, അതായത് ചില ആളുകൾ സംസാരിക്കുമ്പോൾ അവർ ഫുള്ളും പറഞ്ഞ് തീർക്കാറില്ല, അവർ സെൻറ്റൻസസ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഫുള്ളായിട്ട് പൂർണ്ണമാക്കാറില്ല. നമ്മൾ പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വേണം സെൻറ്റൻസ് പറയാൻ. പിന്നെ നാലാമത്തെ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ റിസീവർ, അതായത് നമ്മൾ സംസാരിക്കുന്ന ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, പിന്നെ അവർക്ക് റിസീവറിന് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ റിസീവർ. 5ാമത്തെ പുവർ ഐ കോണ്ടാക്ട്. അത് നമ്മൾ കഴിഞ്ഞ സ്പീക്കിംഗ് ബാരിയേഴ്സിലും നേരത്തെ പറഞ്ഞ നമ്മൾ ലിസണിങ് ബാരിയേഴ്സിലും പറഞ്ഞതാണ് പുവർ ഐ കോണ്ടാക്ട്. ഐ കോണ്ടാക്ട് വയ്ക്കാതെ സംസാരിക്കുക. 6ാമത്തെ മംബ്ലിങ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ്. നമ്മൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേർഡ്സും സെൻറ്റൻസസും മറന്നു പോവുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് നാക്ക് കുഴയൊക്കെ ഉണ്ടാവില്ലേ, അതിനെയാണ് മംബ്ലിങ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചത് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. 2 തരം ബാരിയേഴ്സ് ഉണ്ട്, ഒന്ന് ലിസണിങ് ബാരിയേഴ്സും അടുത്തത് സ്പീക്കിംഗ് ബാരിയേഴ്സ് അല്ലെങ്കിൽ ബാരിയേഴ്സ് വൈൽ സ്പീക്കിംഗ് എന്ന് പറയും. അടുത്തത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. നമുക്ക് മനുഷ്യൻ എന്തൊക്കെ ഉണ്ട്, എപ്പോഴും ഒരു വാല്യൂ ഉണ്ടല്ലേ, നമുക്ക് സ്വന്തമായിട്ടൊരു കുറച്ച് ക്വാളിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് മൂല്യങ്ങളുണ്ട്, അതിനാണ് നമ്മൾ വാല്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യം എങ്ങനെ നേരിടുന്നു, അതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഇതും എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കും, നിങ്ങൾ പഠിച്ചിട്ടേ പോകുള്ളൂ. വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്തോന്ന് നോക്കാം. വാല്യൂ ഈസ് എ ജനറിക് ആസ്പെക്ട്, അതായത് ജനറലായിട്ടൊരു ടേമാണ് വാല്യൂ എന്ന് പറയാൻ. വേറസ് ആറ്റിറ്റ്യൂഡ് സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഓണസ്റ്റി, ഇക്വാലിറ്റി, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഈ വാല്യൂസിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറയും, നമ്മൾ വാല്യൂസിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ എന്താ പറയുക, ഓണസ്റ്റി ഒരു വാല്യൂ ആണ്, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ എന്തുവാ, പിന്നെ നമ്മളെന്തോ ഗ്രാറ്റിറ്റ്യൂഡ്, ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ഒരു വാല്യൂ ആണ്, ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി. പിന്നെ നമ്മളെന്തുവാ എപ്പോഴും ഇതൊക്കെ നമ്മളെന്താ പറയുക, ഇതൊക്കെ നമ്മളൊരു വാല്യൂസ് ആണ് പറയുക. എപ്പോഴും നമ്മൾ സത്യസന്ധനാവുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, ഇക്വിറ്റി, ഇതൊക്കെ ഒരു മനുഷ്യനുള്ള ഒരു വാല്യൂ ആണെന്ന് പറയാം. പക്ഷേ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും സെയിം ആയിരിക്കും. ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വെറുപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ചിലപ്പോൾ എനിക്ക് ഭയങ്കര ശാന്ത സ്വഭാവമായിരിക്കും. ഇതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ജനറൽ ടേമാണ്, വേറെ ആറ്റിറ്റ്യൂഡ് ഈസ് സ്പെസിഫിക് ടേമാണ്. പിന്നെ വാല്യൂസ് ആർ അബ്സ്ട്രാക്ട് ഐഡിയാസ് വിച്ച് ഷേപ്പ് ദ തിങ്കിങ് ആൻഡ് ബിഹേവിയർ ഓഫ് എൻ ഓൺട്രപ്രണർ. അങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ് വാല്യൂ എന്ന് പറയുന്നത്. അത് ഒരു മനുഷ്യൻ്റെ തിങ്കിങ്, അവരുടെ ചിന്താശേഷിയെയും അവരുടെ സ്വഭാവത്തെയും നല്ലോണം ബാധിക്കുന്ന അല്ലെങ്കിൽ നല്ലോണം ഷേപ്പ് ചെയ്തെടുക്കുന്ന 2 കാര്യങ്ങളാണ് ഷേപ്പ് ചെയ്യുന്ന. വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺട്രപ്രണറിൻ്റെ തിങ്കിങ്ങിനെ ബിഹേവിയറിനെ നല്ലോണം ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ് വാല്യൂസ് എന്ന് പറയുന്നത്. ബട്ട് ആറ്റിറ്റ്യൂഡ്സ് വൺ വിച്ച് ഹൂ ഫീൽസ് അബൌട്ട് സംതിങ് ദാറ്റ് ഈവൻ സിറ്റുവേഷൻസ്. അതായത് ആറ്റിറ്റ്യൂഡ് ഒരു സിറ്റുവേഷനിൽ ആറ്റിറ്റ്യൂഡ് എപ്പോഴും മനുഷ്യർ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്കൊരു സിറ്റുവേഷനിൽ, ഒരു മോശമായിട്ടൊരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെടുമായിരിക്കാം, ചിലപ്പോൾ ഞാൻ കാമായിട്ടിരിക്കാം. ഓരോ ആളുകളുടെയും ആറ്റിറ്റ്യൂഡ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതിനെ ആറ്റിറ്റ്യൂഡ് എന്നും. എന്നാൽ നമുക്ക് കോമൺ ആയിട്ട് നമുക്കൊരു ബിഹേവിയർ കാണും, അതായത് നമ്മുടെ ചിന്താശേഷിയെയും നമ്മുടെ സ്വഭാവത്തെയും നല്ലോണം നമ്മളെ എന്താ പറയുക, നമ്മളെ
ഷേപ്പ് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ് നമ്മളെ എന്താ പറയുക വാല്യൂസ് എന്ന് പറയുന്നത്. വേറാസ് നമ്മളെ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. പിന്നെ വാല്യൂ ഇൻക്ലൂഡ്സ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. അതായത് വാല്യൂവിൻ്റെ അകത്ത് ഒരു പരിധി വരെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ഇൻക്ലൂഡ് ആണ്. വേറാസ് ആറ്റിറ്റ്യൂഡ് റിമൈൻസ് ആറ്റിറ്റ്യൂഡ് ഓൺലി ആൻഡ് മേ സബ്ജക്ട് ടു ചേഞ്ച്. അതായത് വാല്യൂ ഇപ്പോൾ ഓണസ്റ്റി ആയാലും ഇക്വാലിറ്റി ആയാലും നമുക്കൊരു നമ്മുടെ നമുക്കൊരു സത്യസന്ധമായ ഒരു വ്യക്തി ആണെങ്കിൽ നമ്മൾ മിനിമം ഓൾമോസ്റ്റ് ഒരു 90% സിറ്റുവേഷനിൽ നമ്മൾ സത്യസന്ധനായിട്ട് ഇരിക്കാനായിരിക്കും നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു ഹാർഡ് വർക്കിംഗ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഉണ്ടെങ്കിൽ നമ്മൾ നന്ദിയുള്ള ഒരു വ്യക്തിയായിരിക്കും. അതൊക്കെ നമുക്കുള്ള ഒരു വാല്യൂ ആണ്. പക്ഷേ നമ്മളൊരു ദേഷ്യം വരുന്ന ഒരു ടൈപ്പ്, അല്ലെങ്കിൽ നമുക്കൊരു അഗ്രഷൻ വരുന്ന ഒരു ദേഷ്യം, അല്ലെങ്കിൽ നമുക്ക് വിഷമം വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഭയങ്കര സന്തോഷം വരും, അല്ലെങ്കിൽ സങ്കടം വരും. ഇതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ സിറ്റുവേഷനിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഇതിന് മനസ്സിലാവുന്നത് വാല്യൂ എന്ന സാധനം ഓൾമോസ്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ ആറ്റിറ്റ്യൂഡ് എപ്പോഴും എന്തുവാ, ഡൈനാമിക് ആയിരിക്കും, അല്ലെങ്കിൽ ചേഞ്ചിങ് ആയിരിക്കും. ഡൈനാമിക് ഓർ ചേഞ്ചിങ് എന്ന് നമുക്ക് പറയാം. അടുത്തത് നമ്മൾ ലൈഫ് സ്കിൽസ്. എന്താണ് ലൈഫ് സ്കിൽസ് എന്ന് പറയാം? നമുക്ക് മനുഷ്യന് വേണ്ട ജീവിക്കാനുള്ള കഴിവുകളെയാണ്, അല്ലെങ്കിൽ ജീവിക്കാനുള്ള സ്കിൽസിനെയാണ് നമ്മൾ പറയുക ലൈഫ് സ്കിൽസ് എന്ന് പറയാം. Life skills are the abilities for adaptive and positive behavior that enable individuals to deal effectively with demands and challenges of everyday life. അപ്പോൾ മനുഷ്യന് ഉണ്ടാകുന്ന എല്ലാ ചാലഞ്ചസ്, അല്ലെങ്കിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ ഒരു പോസിറ്റീവായിട്ടൊരു ആറ്റിറ്റ്യൂഡ്, ഒരു പോസിറ്റീവായിട്ടൊരു ബിഹേവിയർ, പിന്നെ കുറച്ച് നമുക്ക് കഴിവുകളും വേണം. അതിനെയാണ് നമ്മൾ എന്താ പറയുക ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. ലൈഫ് സ്കിൽസ് ആർ ദ എബിലിറ്റീസ് ഫോർ അഡാപ്റ്റീവ് ആൻഡ് പോസിറ്റീവ് ബിഹേവിയർ that enables individuals to deal effectively. മനുഷ്യരെപ്പോഴും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനും എന്നാൽ പോസിറ്റീവായിട്ട് സാഹചര്യങ്ങൾ നേരിടാനും നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് കുറച്ച് എഫക്റ്റീവായിട്ട് നമ്മൾ ഡീൽ ചെയ്യാനും പഠിക്കണം. ഇതിനെയാണ് ലൈഫ് സ്കിൽസ് എന്ന് പറയുക. ഇതിനെയാണ് നമ്മൾ ബേസിക്കായിട്ട് ലൈഫ് സ്കിൽസ് എന്ന് പറയുക. നമുക്ക് ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ലൈഫ് സ്കിൽസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറയുക ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ 10 തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ലൈഫ് സ്കിൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ആദ്യത്തെ ലൈഫ് സ്കിൽ സെൽഫ് അവെയർനെസ് എന്ന് പറയും. സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സ്വയമായിട്ട് സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയമായിട്ട് നമ്മളെ പറ്റിയ ഒരു അവബോധം ഉണ്ടാകുക. അതാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് നമ്മൾ എന്താണ് എന്നറിയാൻ ഉണ്ടാവണം. നമുക്ക് എന്താണ് സ്വന്തമാണെന്ന് അറിഞ്ഞാൽ ബാക്കിയുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് നമ്മുടെ പോരായ്മകൾ, എന്നാൽ നമ്മുടെ ഗുണവശങ്ങൾ എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ സെൽഫായിട്ട് അവെയർ ആയിരിക്കണം. അടുത്ത രണ്ടാമത് എംപതറ്റിക് ആയിരിക്കണം. എംപതി മീൻസ് നമുക്ക് ബാക്കിയുള്ളവരുടെ സങ്കടത്തിൽ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനോ അല്ലെങ്കിൽ അവർക്കൊരു സമാധാനപ്പെടുത്താനോ അതിനൊക്കെ ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. അതിനാണ് എംപതറ്റിക് അല്ലെങ്കിൽ എംപതി എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ക്രിയേറ്റീവ് തിങ്കിങ് നമുക്കുണ്ടാകും. ക്രിയേറ്റീവ് തിങ്കിങ് പറഞ്ഞാൽ നമുക്ക് ക്രിയാത്മകമായ ചിന്തകൾ ഉണ്ടായിരിക്കും. അതായത് ക്രിയേറ്റീവ് എന്ന് നമുക്കിപ്പോൾ ഒരു ഓൺട്രപ്രണറിന് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്രിയേറ്റീവ് തിങ്കിങ്, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുക എന്നൊക്കെ പറയുക. എന്ന് വെച്ചാൽ നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും കാര്യം കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പുതുതായിട്ട് കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും നമ്മൾ കുറേ കാര്യങ്ങൾക്കനുസരിച്ച് പുതുതായിട്ട് പഠിക്കാനും, എന്നാൽ പഴയ കാര്യങ്ങൾ നമ്മൾ റീലേൺ ചെയ്യാനും, നമ്മൾ ഈ 21st സെഞ്ച്വറിയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ് റീലേൺ ആൻഡ് അൺലേൺ. റീലേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും പഴയ കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ പണ്ട് നമ്മൾ സൈക്കിൾ ഓടിക്കേണ്ടായിരുന്നു. നമ്മൾ സൈക്കിൾ ഓടിച്ചായിരിക്കും നമ്മൾ പണ്ട് സ്ഥലങ്ങളിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ബൈക്കായി, കാറായി, അങ്ങനെ അഡ്വാൻസ് ആയി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിന് മുമ്പ് നമ്മൾ കാളവണ്ടിയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. 21ാം നൂറ്റാണ്ടിൽ നമ്മൾ കാളവണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വീട് വരെ എത്തുമോ? ഇല്ല. നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ പഴയ കാര്യങ്ങൾ നമ്മൾ അൺലേൺ ചെയ്യാൻ പഠിക്കുക. അൺലേൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത് മാറ്റിയിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ നോക്കുക. അതാണ് 21st സെഞ്ച്വറിയിൽ നമ്മൾ റീലേൺ ചെയ്യാനും അൺലേൺ ചെയ്യാനും പഠിക്കുക. പിന്നെ നാലാമത്തെ ലൈഫ് സ്കില്ലിനെ നമ്മൾ പഠിച്ചത് തന്നെയാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് നല്ലോണം ഒരു ആശയവിനിമയം നടത്താൻ നമുക്ക് പഠിക്കണം. ആശയവിനിമയം നടത്താനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ പല കാര്യങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ നല്ലോണം ഒരു കമ്മ്യൂണിക്കേറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായാലും ആളുടെ അടുത്ത് സംസാരിച്ച് നേരിടാനും സംസാരിച്ച് സോൾവ് ചെയ്യാനും പറ്റും. അഞ്ചാമത്തെ ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയും.
വ്യക്തിപരമായ ബന്ധങ്ങളാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷനാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നമുക്ക് നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം. അതിന് എന്ത് വേണം? അതൊരു ലൈഫ് സ്കില്ലാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നമ്മൾ വ്യക്തിഗതമായിട്ട് നല്ല ബന്ധങ്ങൾ വേണം. ആറാമത്തെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഡിസിഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ തീരുമാനം എടുക്കാനുള്ള സ്കില്ലിനെയാണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറയാം. ഏഴാമത്തത് പ്രോബ്ലം സോൾവിങ് സ്കിൽ. നമ്മുടെ ലൈഫിൽ കുറേ പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് അഭിമുഖീകരിക്കാനുള്ള കഴിവ് വേണം. അതിനെയാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്ന് പറയുന്നത്. എട്ടാമത്തത് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. എന്താണ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ ആ സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് പഠിക്കുക. അതിനാണ് നമ്മൾ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറയുക. ഒമ്പതാമത്തെ ലൈഫ് സ്കില്ലാണ് കോപ്പിംഗ് വിത്ത് ഇമോഷൻ. അതായത് നമുക്ക് ചില സമയത്ത് ദേഷ്യം വരും, എന്നാൽ നമ്മൾ പുറത്ത് ദേഷ്യം കാണിക്കാൻ പാടില്ല. അങ്ങനെ കുറേ സിറ്റുവേഷൻസ് വരും. നമ്മൾ എങ്ങനെ നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ നമുക്ക് സങ്കടം വന്നാലും പുറത്ത് കാണിക്കാതെ അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, അതിനാണ് നമ്മൾ കോപ്പിംഗ് വിത്ത് ഇമോഷൻ. പത്താമതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയാം. അത് നമ്മൾ സ്വയം വിമർശനാത്മകമായിട്ട് ചിന്തിക്കാൻ പഠിക്കുക. ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാൻ പഠിക്കുക. ഇപ്പം ശരിയാണെങ്കിൽ ഓക്കെ, നല്ലതാണ്, നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അപ്പം നമ്മൾ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മളതിനെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ നോക്കുക. അതിനാണ് ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ വിമർശനാത്മകമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പഠിക്കുക എന്ന് പറയാം. അപ്പം നമ്മൾ 10 ലൈഫ് സ്കിൽസ് വേണം. ആ 10 ലൈഫ് സ്കില്ലാണ്: ഒന്നാമത്തെ സെൽഫ് അവെയർനെസ്, എംപതി, ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ എല്ലാം പഠിച്ചിട്ടേ വരാവുള്ള എക്സാമിന്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് 27-ാം തീയതി ഉള്ള എക്സാമിന് ഉറപ്പായിട്ട് ഈ എക്സാമിന് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കും. ഇതിൽ ഒരു കാര്യം പോലും സ്കിപ്പ് ചെയ്യില്ല. ഞാൻ ഈ പറഞ്ഞേക്കുന്ന ഈ വീഡിയോ ഫുള്ളും കാണുക, ഫുള്ളും പഠിച്ചിട്ടേ എക്സാമിന് വരാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടേ വരാവുള്ളൂ.